സിനിമ വന്നു കഴിഞ്ഞപ്പോൾ സിനിമയിൽ ആ പാട്ടില്ല. ആ അമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കും. അതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ജാനകിക്ക് കൊടുത്തൊരു റെസ്പെക്റ്റ്. സിൽക്ക് സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയത് ജാനകിയമ്മയാണ്. ജാനകിയമ്മ അടുത്ത് ചെന്നപ്പോൾ മോൻ ചോദിക്കേണ്ടായിരുന്നു, അമ്മൂമ്മയ്ക്ക് എത്ര ഭാഷ അറിയാം? ജാനകിയമ്മ ഉരുട്ടി തരാണ് കേട്ടാ. ആളങ്ങനെയാണ്. ആള് ഭക്ഷണം നമുക്കങ്ങനെ ഉരുട്ടി തരും. ആലാപനത്തിലെ തേനും വയമ്പും ജാനകിയമ്മയുടെ ശബ്ദമാധുര്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഒരു ആരാധകനിൽ നിന്ന് ഒരു ജാനകിയമ്മയുടെ സംഗീത വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് ഒരു പുസ്തക എഴുത്തുകാരനിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? ജാനകിയമ്മയുടെ പാട്ടുകൾ കേട്ട് വളർന്ന ഒരു കുട്ടിക്കാലമായിരുന്നു എൻ്റേത്. പിന്നെ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ജാനകിയമ്മ മലയാളത്തിൽ പാടിയ പാട്ടുകളെക്കുറിച്ചുള്ള എന്താ പറയുക, അറിവ് എവിടെ നിന്ന് എനിക്ക് കിട്ടില്ലായിരുന്നു. ഞാൻ ഒരുപാട് അന്വേഷിക്കേണ്ടായിരുന്നു. പേപ്പറുകളിലോ ഒന്നിലും അങ്ങനെ ജാനകിയമ്മയെക്കുറിച്ചുള്ള വാർത്തകൾ വളരെ കുറവായിരുന്നു. പിന്നെ ജാനകിയമ്മയുടെ പാട്ടുകൾ കേൾക്കുക കേൾക്കുക അങ്ങനെയായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിലൊരു സംശയം, മലയാളി അല്ലാത്ത ഒരാൾ എങ്ങനെ ഇത്ര അതിമനോഹരമായിട്ട് നമ്മുടെ ഭാഷയെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ പോയിരുന്നു ആക്ച്വലി. ഒരുപാട് തവണ ഓരോ പാട്ടും മേ ബി 30-40 തവണയൊക്കെ കേട്ടാലേ എനിക്ക് ആ പാട്ട് ശരിക്കും കേട്ടതായിട്ട് എനിക്ക് തന്നെ ഒരു ഇത് തോന്നുള്ളൂ. കാരണം ഞാനിപ്പോഴും അതിൻ്റെ ജാനകിയമ്മ പാടിയ പാട്ടുകളുടെ ആഴങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ ഓരോ സാധനങ്ങൾ ഇതിന് കിട്ടും. അങ്ങനെയായിരുന്നു. പിന്നെ ഒരു 11 വർഷം എടുത്തു പുസ്തകം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. പുസ്തകത്തിൻ്റെ പേര് എസ് ജാനകി ആലാപനത്തിലെ തേനും വയമ്പും. 2 വോളിയൂംസാണ്. 92 അധ്യായങ്ങളിലൂടെ ജാനകിയമ്മയുടെ പാട്ടുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, അതായത് 2140 പാട്ടുകളുടെ കഥകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നമുക്ക് പറയാം. അത് ജാനകിയമ്മയുടെ ഒപ്പം പ്രവർത്തിച്ച സംഗീത സംവിധായകരെയും അതുപോലെ ഒപ്പം പാടിയ ആൾക്കാരും ഗാനരചയിതാക്കളും അവരൊക്കെ പോയി കണ്ട് അവർ നേരിട്ട് ഇൻഫർമേഷൻസ് എടുക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, അതുകൊണ്ടാണ് ഇത്രയും ടൈമും എടുത്തത്. പിന്നെ ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ശരിക്കും ഞാനും എന്താ പറയുക, എൻ്റെ ഒരു കൺട്രോളിൽ നിന്ന് ഔട്ടായി. പിന്നെ ഒക്കെ ഞാൻ തിരിച്ചു പിടിച്ച് അതൊക്കെ അത് എൻ്റെ ഒരു തൃപ്തി ലെവലിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. ഞാൻ ചെയ്യാൻ ഒരു അവസരം, ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഇപ്പോൾ എസ് ജാനകി എന്ന ഗായികയെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ചേട്ടൻ്റെ ഈ കഴിഞ്ഞ വിഷു ജാനകിയമ്മയോടൊപ്പമായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ജാനകിയമ്മ എന്ന ആ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയാണ്? ജാനകിയമ്മയായിട്ട് വലിയ സ്നേഹബന്ധമാണ്. അപ്പോൾ എനിക്ക് അമ്മയുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ പോണ പോലെ നമുക്ക് ചെല്ലാം. അത്രയും ഒരു സ്വാതന്ത്ര്യം അമ്മ തന്നിട്ടുണ്ട്. ഞാൻ അബുദാബിയിലാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവധിക്ക് വരുമ്പോഴൊക്കെ എല്ലാ വർഷവും, കോവിഡിന് മുമ്പുള്ള എല്ലാ വർഷവും അമ്മയെ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. ഒരു 4 തവണ അമ്മ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോയി. അപ്പോൾ പോണ മുമ്പ് ജാനകിയമ്മ എന്നോട് പറഞ്ഞു, വിഷുവിന് മുന്നേ വാ, എന്നെ പാക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കും വലിയ ആഗ്രഹമുണ്ട്. നമ്മൾ ഫോൺ വിളിക്കുന്നുണ്ട് ഒക്കെ, എന്നാലും നേരിട്ട് കാണുന്ന ഇത് വേറെയല്ലേ. അപ്പോൾ ഞാനും മോനും കൂടി പോയി. പിന്നെ ഞങ്ങൾ ചെന്നു. ഇപ്പോൾ ജാനകിയമ്മ അവിടെ ഉണ്ട്. അമ്മ നല്ല ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, 87 വയസ്സായി. നല്ല വെള്ള സാരി കൊടുത്ത് ആളെങ്ങനെ തന്നെ എപ്പോഴും കാണുന്നത്. ചന്ദനവും ഭസ്മൊക്കെ തൊട്ട് ആളൊരു ദൈവിക പരിവേഷത്തിലായിരുന്നു. ഭയങ്കര സ്നേഹം. ഞങ്ങൾ കാലോട്ട് വന്നിട്ടിരിക്കും. പിന്നെ ആൾ കെട്ടിപ്പിടിക്കായിരുന്നു. ഞങ്ങൾ കെട്ടിപ്പിടിക്കാം. അപ്പോൾ നമ്മൾ അമ്മേനെ കെട്ടിപ്പിടിക്കില്ല, അതുപോലെയായിരുന്നു. മോനും അങ്ങനെ ഞങ്ങൾ അനുഗ്രഹമൊക്കെ വാങ്ങി. അങ്ങനെ പിന്നെ പാട്ടുകളെ കുറിച്ചുള്ള ഓരോ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ജാനകിയമ്മയോട് പറഞ്ഞു, ഇന്ന് രാവിലെ ശാരദ വിളിച്ചിട്ടുണ്ടായിരുന്നു, ജാനകിയമ്മ, നടി ശാരദ. അപ്പോൾ ജാനകിയമ്മ പറഞ്ഞു, അബുദാബിയിൽ നിന്ന് അഭിലാഷ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശാരദ പറഞ്ഞു എന്ന്, അയ്യോ എന്നെ വിളിച്ചിട്ട് എത്ര നാളായി, ഞങ്ങൾ കണ്ടിട്ട് ഒരുപാട് നാളായി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ജാനകിയമ്മ എന്നോട് ചോദിക്കുകയാണ്, ഓനക്ക് എപ്പോഴും ശാരദമ്മ തരൂ, അമ്മയല്ലേ എന്നെ കണക്ട് ചെയ്തത്. അമ്മ മറന്നുപോയി. ജാനകിയമ്മയായിരുന്നു അങ്ങനെ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ശാരദാമ്മനെ പോയി കണ്ടിട്ടുണ്ട്. കാരണം ശാരദാമ്മ നിർമ്മിച്ച പടങ്ങളിലൊക്കെ ജാനകിയമ്മയുണ്ട്, പാടിയിട്ടുണ്ട്. പിന്നെ അവർ പഴയ ഒരുപാട് പാട്ടുകൾ ശാരദയ്ക്ക് വേണ്ടിയിട്ട് ജാനകിയമ്മ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുമ്പ് പോയിട്ടുണ്ട്. പിന്നെ ജാനകിയമ്മയുടെ വീട്ടിൽ ഞങ്ങളന്ന് ഒരു 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 4-5 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഉച്ചയ്ക്ക് ഊണ്, ജാനകിയമ്മയുടെ വീട്ടിൽ ഊണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പോൾ വലിയ തട്ടത്തിലൊക്കെയാണ് കേട്ടോ, സ്റ്റീൽ തട്ടത്തിലാണ്. അപ്പോൾ മുളക് കണ്ട പേടിയാവും. മുളക് ചട്നിയാണ്,
ഭയങ്കര കളറുള്ള മുളക്, ഇത് ചട്നി, പിന്നെ ഒരു ഗോങ്കര ചട്നി എന്ന് പറഞ്ഞിട്ട്, പിന്നെ സാമ്പാർ, തോരൻ, നെയ്യ്, സാമ്പാർ അതൊക്കെ വെച്ചിട്ട് ആള് നല്ലോണം ചട്നി രണ്ടും കൂടി ഇട്ട് കുഴച്ചിട്ട് കണ്ട പേടിയോ, കാരണം അത്രയും മുളക് ഉണ്ട് അതിനകത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല. സാധാരണ പാട്ടുകാര് മധുരം അല്ല എരിവ് അല്ലെങ്കിൽ തണുപ്പൊന്നും കഴിക്കില്ല എന്നൊക്കെ പക്ഷെ കേട്ടിട്ടുണ്ട്. ഇത് എരിവില്ല കേട്ടോ, ഇത് മുളക് പഴം എന്നാണ് ജാനകി പിന്നെ പറയണേ. അപ്പോൾ ഞാനിപ്പോൾ ഉരുട്ടി തരാണ് കേട്ടോ. ആളങ്ങനെയാണ്, ആള് ഭക്ഷണം നമുക്ക് അങ്ങനെ ഉരുട്ടി തരും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെയും ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അപ്പോൾ ജാനകിക്ക് കിട്ടിയ കുറേ അവാർഡുകളുണ്ട്. ഇപ്പോൾ പുതിയ വീടാണ്, പുതിയ വില്ലയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാ അവാർഡുകളും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ കുറേ അവാർഡുകളുടെ കൂട്ടത്തിൽ മലയാളത്തിന് കിട്ടിയ അവാർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നടുവിലാണ് എൻ്റെ പുസ്തകം ജാനകി വെച്ചിട്ടുള്ളത്. എനിക്കത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഏറ്റവും വലിയ ആ ആള് ആ കിട്ടിയ അവാർഡുകൾ കൂടുതലാണ് പുസ്തകം കൊണ്ട് വെച്ചേക്കുന്നത്. എനിക്കത് ഭയങ്കര, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ശരിക്കും പറയാം, എനിക്ക് ഭയങ്കര അഭിമാനവും അതുപോലെ ഭയങ്കര സന്തോഷം തോന്നി. ഇത് അമ്മയോട് ചോദിച്ചു, അമ്മ പുസ്തകം എന്താ അവിടെ ഇരിക്കുന്നത് ചോദിച്ചു. പിന്നെ ഞാൻ എവിടെ വയ്ക്കണം, അത് കവർന്ന് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. പൊട്ടിച്ച പുസ്തകം വേറെ ആളുടെ അടുത്തുണ്ട്. പക്ഷെ ഇത് കവർക്ക് പൊട്ടിക്കാതെ അത് ഇതുപോലെ ആള് ഭംഗിയായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ജാനകിയെക്കുറിച്ച് മറ്റു ഭാഷകളിൽ പുസ്തകങ്ങളൊന്നും വന്നിട്ടില്ല. ശരിക്കും വരേണ്ടതാണ്. തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ പുസ്തകങ്ങൾ വരേണ്ടതാണ് ആക്ച്വലി. നമ്മുടെ മലയാളത്തിൽ എനിക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടിയെന്നുള്ളൂ. ശരിക്കും ശ്രീകുമാരൻ തമ്പി സാർ ഒരു പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു, എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെയാണ് ജാനകിയെക്കുറിച്ച് ഒരു പുസ്തകമൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നിട്ട് വന്ന അഭിലാഷിന് ആശംസ ആൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അല്ല പറയാ, അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ, അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ ഈ ജാനകിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആ പുസ്തകങ്ങളൊക്കെ ഒരുപാട് എന്താ പറയുക നല്ല രീതികളിൽ എത്തിപ്പോയാണ്. പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു. എസ് ജാനകി നൈറ്റിംഗേലിനാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി സെക്യൂരിറ്റി എന്ന് പറഞ്ഞ കമ്പനിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്ന് എനിക്കൊരു കോള് കിട്ടിയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, പുസ്തകം 10 ഇംഗ്ലീഷും 20 മലയാളം അവർക്ക് വേണമെന്ന് പറഞ്ഞു. 20 മീൻസ് 2 വോളിയം, അപ്പോൾ 10 അങ്ങനെ മൊത്തം 30 പുസ്തകങ്ങൾ. ഞാനത് അവർ ചോദിച്ചിട്ട് ഞാനത് അയച്ചു കൊടുത്തു. അവർ അതിനെല്ലാം ഫുൾ പേ ചെയ്തിരുന്നു കേട്ടോ. അത് ബോസ്റ്റണിലാണ് പോയത്, ബ്രിട്ടീഷ് ലൈബ്രറി ബോസ്റ്റണിൽ. അവരവിടെ ഷെൽഫ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി എനിക്കൊരാഗ്രഹം, എന്തെങ്കിലും അവിടെ പോകണം, ആ ഷെൽഫ് ഒന്ന് കാണണം. ഏറ്റവും രസം, ഞാൻ പുതുക്കാട് നിന്നാണ്. അപ്പോൾ എൻ്റെ നാട്ടിലെ ലൈബ്രറിയിൽ ഞാൻ പോയി ചോദിച്ചായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും പുസ്തകം എത്തിയിട്ടില്ല. ഇപ്പം ഒരു തലമുറയല്ല, 2-3 തലമുറകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ്. അപ്പൊ ഇപ്പൊ ചേട്ടനും ഒരു മോനായി, അപ്പൊ ഇങ്ങനെയായാലും തലമുറ കൈമാറ്റാനും പാട്ട് ആരാധകൻ എന്നുള്ള നിലയിൽ മകനിലും ആരാധന ഉണ്ടാവും. തീർച്ചയായും. അയ്യോ, പിന്നെ എനിക്ക് കിട്ടുന്ന അറിവ് ഞാൻ അവന് പകർന്നു കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ രാവിലെ മസ്റ്റായിട്ടും ലളിത സഹസ്രനാമം ജാനകിയമ്മ ഇടുന്നുണ്ട്. ഞാനത് കേട്ട് പഠിച്ചു, എനിക്ക് ബൈ ഹാർട്ടാണ്. അപ്പോൾ ഇപ്പോൾ അവൻ കുഞ്ഞാണ്, ഇപ്പോൾ 7 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവൻ കേൾക്കുക അറ്റ്ലീസ്റ്റ്. അപ്പോൾ കേൾക്കുക, ജസ്റ്റ് കേൾക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ പാട്ടുകളൊക്കെ അവനെ കൊണ്ട് ജസ്റ്റ് ഞാൻ വരികളൊക്കെ തുമ്പിവ അങ്ങനെയുള്ളതൊക്കെ ചെറുതായിട്ടൊക്കെ പാടിപ്പിക്കാൻ ശ്രമിക്കും. ജാനകിയമ്മ അടുത്ത് ചെന്നപ്പോൾ മോൻ ചോദിക്കേണ്ടായിരുന്നു, അമ്മൂമ്മയ്ക്ക് എത്ര ഭാഷ അറിയാം, അതൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ജാനകിക്ക് കേട്ടപ്പോൾ ചിരിയ വന്നത്, അവൻ്റെ ഒരു ക്യൂരിയോസിറ്റി. ഞാൻ കാരണം ഫ്ലൈറ്റിൽ വരുമ്പോഴേ അവനോട് പറഞ്ഞിരുന്നു, അമ്മൂമ്മയ്ക്ക് തമിഴ് അറിയാം, തെലുങ്ക് അറിയാം, കന്നഡ. അപ്പം ഞാൻ പറയുന്നത് അപ്പോൾ ഒന്നും കൂടി അവൻ വെരിഫൈ ചെയ്യാണ് ആളുടെ നേരിട്ട്. അതെ. അതുപോലെ അവനുള്ള മിഠായി ബോക്സ് അതൊക്കെ ഞാനിമ്മ അവനായിട്ട് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോഴേ. ഇപ്പോൾ ഭാഷകളെ കാര്യം പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോൾ 17 ഭാഷകളായിട്ട് ഏകദേശം 48,000 ഗാനങ്ങൾ ജാനകിയമ്മ പാടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ആരാധകൻ എന്ന നിലയിൽ ഒരുപാട് പാട്ടുകൾ ഇഷ്ടമായിരിക്കും, ഒരുപാട് ഫേവറേറ്റ് എപ്പോഴും കേൾക്കുന്ന പാട്ടുകളുണ്ടാവും. എന്നാലും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട, വീണ്ടും വീണ്ടും കേട്ടാലും മതി വരാത്ത പാട്ട് ഏതാണ്? എനിക്ക് ജാനകിയമ്മയുടെ ഒരു പാട്ടും മതി വന്നിട്ടില്ല. മീൻസ് എന്ത് വേണ്ടിയാലും അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ കൂടിയും ഞാൻ അതിൻ്റെ പിന്നാലെ തന്നെയായിരിക്കും. തമിഴും തെലുങ്കും കന്നഡയും ആണ് കേട്ടോ ജാനകിയമ്മയുടെ ഹൈ റേഞ്ചുള്ള പാട്ടുകൾ. എന്നിരുന്നാലും നമ്മുടെ മലയാളത്തിലേക്ക് വരുമ്പോൾ ഗോപികയെ നിൻവിരൽ എന്നുള്ള പാട്ട് എനിക്ക് എത്ര കേട്ടാലും മതിയാവില്ല. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും അതിനകത്തുള്ള ആഴങ്ങളിലേക്ക് ഞാൻ പോകാറുണ്ട്. എനിക്കത് അത്രയും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരെണ്ണമാണ്. അതുപോലെ മറ്റേ ചില്ലിലെ ഒരു വട്ടം കൂടി എന്നെ ഓർമ്മകൾ,
അത് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. തേനും വൈമ്പും, കൈക്കുടന്ന നിറയെ, അതുപോലെ ഒരു കൊച്ചു സ്വപ്നത്തിൽ, പിന്നെ ഒരുപാട് കുറച്ച് പഴയതിലേക്ക് പോകുമ്പോൾ നമ്മുടെ അവിടുന്ന് ഗാനം കേൾക്കാൻ, ഇതൊക്കെ മസ്റ്റായിട്ട് നമ്മൾ കേട്ടാൽ നമ്മൾ ആ ഒരിക്കലെങ്കിലും പാട്ടിനൊപ്പം കേട്ടിരിക്കേണ്ട ആ പാട്ടുകളാണ്. പാട്ടിനൊപ്പം നമ്മൾ സഞ്ചരിക്കും. അത് ഉറപ്പാണ്. ജാനിമ കൂട്ടിക്കൊണ്ടു പോകും. അതാണ് ജാനിമയുടെ ഒരു ആലാപന രീതി. ജാനകിയമ്മ മലയാളിയല്ല, തെലുങ്കുകാരിയാണ്. അപ്പം പക്ഷേ ഗാനങ്ങൾ കേൾക്കുകയാണെങ്കിൽ കറക്റ്റ് ആ മലയാളം ഉച്ചാരണമൊക്കെ കറക്റ്റായി പാടി ആ ഫീലിൽ ആണ് പാടുക. അപ്പം നമുക്ക് ഇത് മലയാളിയല്ലേ പാടി എന്നുള്ളൊരു സംശയം തോന്നുക. അപ്പം അങ്ങനെ ഓരോ പല ഭാഷയുള്ള ആൾക്കാർ ഇവിടെ വന്ന് പാടുന്നുണ്ട്. അപ്പം ഒരു ആരാധകൻ എന്ന നിലയിൽ ആരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടോ, ആ ഒരു രീതി? ജാനിമ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അതായത് ആൾക്ക് ചില പാട്ട് ആൾക്ക് തന്നെ ആളുടെ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾ റിക്വസ്റ്റ് ചെയ്യും, പാടണം എന്ന് തന്നെ പറയും. എന്നോട് പൂവച്ചൽ ഖാദർ ഒരു സ്റ്റോറി പറഞ്ഞായിരുന്നു. മൗനമേ എന്നറിയും മൗനമേ എന്നുള്ള പാട്ടിൻ്റെ റെക്കോർഡിങ് അതൊരു ഈവനിങ്ങിൽ ആയിരുന്നു. അപ്പോൾ ഉച്ച തൊട്ട് കാലത്ത് ഉച്ച സമയത്തൊക്കെ പൂവച്ചൽ ഖാദറും MG രാധാകൃഷ്ണനും ഇവർ ഒരുമിച്ച് ഈ പാട്ടിന് റെക്കോർഡിങ്ങിന് നടക്കാൻ പോകുന്ന റെക്കോർഡിങ്ങിനെ കുറിച്ച് പൂവച്ചൽ ഖാദറിനോട് പറയാണ്. അപ്പോൾ അത് ഭയങ്കര ഹൈ പിച്ചുള്ള പാട്ടാണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണ്. അപ്പോൾ ജാനിമ വന്നപ്പോൾ കുറച്ച് വൈകി വന്നപ്പോൾ ജാനിമ കണ്ടപ്പോൾ തന്നെ ആകെ ടയേർഡായിട്ട് തോന്നി. അപ്പോൾ പക്ഷെ പൂവച്ചൽ ഖാദറിനപ്പോൾ ഒരു പേടി, ഇത് ഇത്രയും ഹൈ പിച്ച് പാടേണ്ട പാട്ട് ഇങ്ങനൊരു ടയേർഡായിട്ടുള്ളൊരു സന്ദർഭത്തിൽ ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ളത്. പക്ഷേ MG രാധാകൃഷ്ണൻ ഓക്കെ, ആൾ കാരണം ജാനിമയുടെ ഒപ്പം മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കറിയാം, ജാനിമയുടെ കാര്യങ്ങൾ അറിയാം. ജാനിമ വന്നിരുന്നു പൂവച്ചൽ ഖാദർ അടുത്ത് പാട്ട് പഠിക്കാനായിട്ട്. അപ്പോൾ പൂവച്ചൽ ഖാദർ പാട്ട് പറഞ്ഞു കൊടുക്കാറ്. പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ പൂവച്ചൽ ഖാദറിന് ഒട്ടും താല്പര്യമില്ല ഇന്ന് പാട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇങ്ങനെ ജസ്റ്റ് നാളേക്ക് ആക്കാം എന്നുള്ള രീതിയിൽ. കാരണം നാളേക്ക് ഒന്ന് മോർണിംഗിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഫ്രഷ് ആയിട്ട് നല്ല എനർജിയിൽ പാടാലോ എന്നാണ് പൂവച്ചൽ ഉദ്ദേശിക്കുന്നത്. ജാനിമ അതൊക്കെ ഇരുന്ന് അപ്പോൾ അവരെ അക്ഷരങ്ങളും വാക്കുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും എനർജി ഇല്ല ചോദിക്കണേൽ. അപ്പോൾ പൂവച്ചൽ ആകെ ഒരു വിഷമായി, ഇത് വേണോ, നാളേക്ക് ആക്കി കൂടെ, ഇതെങ്ങനെ ഇതൊക്കെയാണ്. എന്നിട്ട് ജാനിമ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ട് നേരെ റൂമിൽ കയറി പാടി കഴിഞ്ഞപ്പോൾ ഇത്ര നേരം സംസാരിച്ചിരുന്ന ഒരാളും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു സ്റ്റുഡിയോയിൽ നിന്ന് വന്ന ശബ്ദം. അപ്പോൾ അത് MG രാധാകൃഷ്ണൻ ഓക്കെ പറഞ്ഞു. പക്ഷേ ജാനിമയ്ക്ക് തൃപ്തിയായില്ല. ജാനിമയ്ക്ക് അത് ഒന്നും കൂടി പാടി ആൾക്ക് എൻജോയ് ചെയ്യണം, അങ്ങനെ നിർബന്ധം പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, എന്നാൽ ശരി ഓക്കെ. അങ്ങനെ പല പാട്ടുകളുണ്ട്. ആലപ്പി അഷ്റഫ് പ്രാവശ്യം പറഞ്ഞായിരുന്നു ഇളമഞ്ഞിൻ കുളിരുമായി എന്നുള്ള പാട്ട് ഇതുപോലെ രണ്ടാമത് ജാനിമയ്ക്ക് പാടാൻ ആഗ്രഹമുണ്ട്, ജാനിമ പാടിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഒരു കാര്യം തോന്നിയിട്ടുള്ളത് രവീന്ദ്രൻ മാഷിൻ്റെ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ യേശുദാസ് രവീന്ദ്രൻ മാഷ് ആ കോമ്പോയിൽ ശരിക്കും എന്താ പറയുക ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് കൊണ്ടു നടന്നുണ്ട് പാട്ടുകൾ. അക്കൂട്ടത്തിൽ ഒരു മുങ്ങിപ്പോയൊരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പാട്ടുണ്ട്, ശരപ്പുളി മാല ചാർത്തി എന്നൊരു പാട്ട്. ഒരുപാട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ എന്നിരുന്നാലും ചർച്ച ചെയ്യപ്പെടാതെ പോയി. അത് അത്രയും അതിമനോഹരമായിട്ടുള്ള ഒരു ഡ്യുവറ്റായിരുന്നു. ജാനകിയമ്മ ഒരു പാട്ടുകാരിന്ന് ഉപരി ഒരു ചെറിയൊരു മിമിക്രിക്കാരിയാണെന്ന് കൂടി കേട്ടിട്ടുണ്ട്. പല ശബ്ദങ്ങളിൽ പാടാൻ പറ്റും, ആൾക്കാരെ ചിരിപ്പിക്കുന്ന, കൂടെയുള്ള ഗായകരെ കൂടെ ഇരുന്ന് ചിരിപ്പിക്കുന്ന. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അനുഭവ കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതിൽ ഞാൻ നോക്കിയിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു സംവിധായകൻ ജാനകിയമ്മ എടുത്തൊരു പാട്ടായിട്ട് വരുമ്പോൾ ജാനകിയമ്മ ആ സന്ദർഭം എന്താണ്, ആ പാട്ടിന് വേണ്ട സന്ദർഭം ചിലപ്പോൾ ഒരു കോമാളിയാണെങ്കിൽ ജാനകിയമ്മ വോയിസ് കൊണ്ട് അവിടെ ആ ഒരു കഥാപാത്രത്തിന് വേണ്ട പൂർണ്ണത കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് കൊക്കാമന്തി കോനിനർച്ചി എന്ന് പറഞ്ഞിട്ടൊരു മന്ദബുദ്ധിയായ ഒരു കുട്ടിയുടെ വോയിസിൽ ആൾ പാടിയിട്ടുണ്ട് മലയാളത്തിൽ. അതുപോലെ ഇപ്പോൾ ഓരോരുത്തരും സമീപിക്കുമ്പോൾ ആ കഥാപാത്രത്തിന് വേണ്ടത് അതുകൊണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ ജാനകിയമ്മ അത് ആളായിട്ട് മാറുകയാണ് ശരിക്കും. അപ്പോൾ അത് ആ സംവിധായകനും അത് മതി, ആൾക്കും വേണ്ടത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ സൗണ്ടിലാണെങ്കിലും അപ്പോൾ അതിന് എന്താ പറയുക, അതൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള ഒരു ഗായിക. സുകുമാരി അമ്മ എന്നോട് പ്രാവശ്യം പറഞ്ഞിട്ട്, ഞാൻ ആളെ പോയി മീറ്റ് ചെയ്തപ്പോൾ ആളെന്നോട് പറഞ്ഞിട്ടുണ്ട്, പണവും പുത്തനും അവസരങ്ങളും അതൊക്കെ വരുമ്പോൾ ആൾക്കാർ മാറും, പക്ഷേ അങ്ങനെ മാറാത്തൊരു വ്യക്തിത്വമാണ് ജാനകിയമ്മ. അന്നും ഇന്നും ഒരുപോലെയാണ്. ഇന്ന് കണ്ടാൽ എങ്ങനെയാണോ അത് തന്നെയാണ് ജാനകിയമ്മേനെ ആദ്യം കാണുന്നത്. അവർക്ക്
ഒരാളോട് പെരുമാറുന്ന രീതിയിലോ അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയിലോ സെയിം. ആരെയും വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് പോലും അല്ലെങ്കിൽ ഒന്ന് കളിയാക്കുന്ന ഒരു വാക്കോ ഒന്നും നമുക്ക് എത്രയോ ഇൻ്റർവ്യൂകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും അമ്മ പറഞ്ഞായിട്ട് ഇല്ല. അപ്പോൾ പല രീതികളിൽ പാടുന്ന ആളാണ് ജാനകിയമ്മ. അപ്പോൾ പലതരം മെലഡിയെ അങ്ങനെ പല രീതികളിൽ. അപ്പോൾ ഏത് രീതിയിലുള്ള പാട്ടാണ് ചേട്ടന് കൂടുതൽ കേൾക്കാൻ ഇഷ്ടമായത്? എനിക്ക് താരാട്ട് പാട്ട്. താരാട്ട് ആ പാട്ട്. യെസ്, അതിനൊരു വാത്സല്യം ഏറെയാണ്. ഇപ്പോൾ നമ്മുടെ ചാന്തുപൊട്ടിലെ ഒരു പാട്ടുണ്ട്, ആഴക്കടലിലെ അണിയക്കരയിൽ എന്നുള്ള. അപ്പോൾ അത് ആ പാട്ടിനെ കുറിച്ച് ജാനകിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാട്ടോ. അപ്പോൾ ആ പാട്ടിനെ കുറിച്ച് വയലാർ ശരശചന്ദ്ര വർമ്മ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഏറെ ആഗ്രഹിച്ച് കിട്ടിയൊരു അവസരമാണ് അമ്മ എൻ്റെ ഒരു പാട്ട് പാടാന്നുള്ളത്. അച്ഛൻ്റെ ഒരുപാട് പാട്ട് പാടി, സൂര്യകാന്തി ഒക്കെ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്കൊരു പാട്ട് കിട്ടിയല്ലോ, അതെൻ്റെ ഭാഗ്യം എന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇല്ലായിരുന്നു. വിദ്യാസാഗറിൻ്റെ സംഗീതം, ജാനകിയമ്മയാണ് പാടിയത്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ ആ പാട്ട് കൊണ്ട് ആലപ്പുഴയിൽ വന്നപ്പോൾ വയലാർ പാട്ട് കേട്ടു. അപ്പോഴാണ് അതിനകത്ത് അമ്പാടി തെന്നിലും ഉണ്ണി പോലൊരു കൊച്ചനാണെങ്കിലും എന്നാണ് ജാനകിയമ്മ പാടിയത്. കാരണം ചായും ബായും ഒരേപോലെ ജാനകിയമ്മയ്ക്ക് തോന്നി. അപ്പോൾ കൊച്ചൻ എന്നുള്ള രീതിയിൽ ആൾ പാടി. അതവിടെ തിരുത്താനോ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ ഇത് കടലിലെ കൊമ്പനാണ് വയലാർ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ജാനകിയമ്മ അടുത്ത് പറഞ്ഞപ്പോൾ ആൾ വന്ന് രണ്ടാമത് ഒരു ഭാഗം പാടി. യെസ്, തയ്യാറായിരുന്നു. അതെ, അല്ലെങ്കിൽ കൊച്ചനാണെങ്കിലും അത് അതിൽ പോകുമായിരുന്നു. പക്ഷേ ഇതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞപ്പോൾ ആൾക്കത് മാറ്റണം, അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരു തലമുറയുടെ പാട്ടുകാരെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകാരെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റിയ ഒരുപാട് പാട്ടുകാർ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ സുശീലാമ്മയും ജാനകിയമ്മയും അതെപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു രണ്ട് പാട്ടുകാരാണ്. അപ്പം അവർ തമ്മിൽ നല്ല സൗഹൃദപരമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ കുറിച്ച് ജാനകിയമ്മ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ജാനകിയമ്മ ഇവരെ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. എന്നാൽ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മത്സരമുണ്ട്. സുശീലാമ്മ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഇതിൽ പ്യുവർ ക്ലാസിക്കൽ സിംഗറാണ്. ജാനകിയമ്മ ഈസ് എ കൊമേഴ്സ്യൽ സിംഗറാണ്. ഇത് രണ്ടുമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ഇപ്പോൾ സുശീലാമ്മയാണെങ്കിൽ ജാനകിയമ്മയോളം അത്രയും വൈഡ് റേഞ്ചിൽ പാടിയിട്ടില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ സൗണ്ടിലോ അല്ലെങ്കിൽ ഒരു ഒരു ആൺകുട്ടിയുടെ വോയിസിലോ ഒന്നും സുശീലാമ്മയുടെ വോയിസ് നമ്മൾ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ തെലുങ്ക് കന്നഡയിലൊക്കെ ഉണ്ടാവായിരിക്കട്ടെ, എൻ്റെ ഒരു ലിമിറ്റഡ് ഇതിൽ ഞാൻ പറയുന്നത്. പക്ഷേ ജാനകിയമ്മയാണെങ്കിൽ സിൽക്ക് സ്മിതയ്ക്ക് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയത് ജാനകിയമ്മയാണ്. അവരുടെ ആ ഒരു രീതിയിൽ ആ പാട്ടിൻ്റെ സിറ്റുവേഷന് വേണ്ട ഹമ്മിങ്ങും ഒക്കെ വെച്ചിട്ട് തമിഴിലും മലയാളത്തിലും നിറയെ അങ്ങനത്തെ ആ ടൈപ്പ് പാട്ടുകൾ ജാനകിയമ്മ പാടിയിട്ടുണ്ട്. എന്നാൽ സുശീലാമ്മയുടെ ഒരു വോയിസ് നമുക്ക് അതിൽ കാണാൻ പറ്റില്ല. പിന്നെയും ചിത്രചേച്ചിയുടെ പാട്ടാണ് നമുക്ക് കിട്ടിയത്, സ്ഫടികത്തിലെ പാട്ട്, കുറച്ചൊരു റൊമാൻറ്റിക് ഇതിൽ. പക്ഷെ ജാനകിയമ്മ എത്രയോ പാട്ട് അങ്ങനെ പാടി വെച്ചിരിക്കുന്നു. അതുപോലെ യക്ഷികൾക്ക് വേണ്ട പാട്ട്, യക്ഷികളെ ശരിക്കും അമാനുഷികമായ ശക്തിയുള്ള ആൾക്കാർ എന്നൊക്കെയാണല്ലോ വെപ്പ്. അപ്പോൾ ആ വെപ്പിനനുസരിച്ചുള്ള ഇൻപുട്ട് ആള് കൊടുക്കുമായിരുന്നു. അതെ 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 തീർച്ചയായും. അതും ഭാഷയെ ഇത്രയും മനോഹരമായിട്ടാണ് ആള് ഹാൻഡിൽ ചെയ്യുന്നത്. ആളുടെ പാട്ടുപുസ്തകത്തിലാണെങ്കിലും പാട്ടുപുസ്തകത്തിലെ നൊട്ടേഷൻസ് കണ്ട് നമുക്ക് സങ്കടം വരും. മറ്റുള്ള ആൾക്കാർക്ക് രാഗവും താളവും എന്ന് പറയുമ്പോൾ കുറച്ച് ആ പാട്ടിൻ്റെ ചട്ടക്കൂട് ഏകദേശമായി. ജാനകിയമ്മയെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആളുടേതായ ഒരു ലിപി ആളുടെ പാട്ടുപുസ്തകത്തിൽ ആൾ തയ്യാറാക്കി വെച്ചത്. അതാണ് റീകോൾ ചെയ്യേണ്ടത്. നമ്മൾ ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോൾ അത് റീകോൾ ചെയ്യണം, അങ്ങനത്തെ ഒരു ലിപി. അതിലും തെറ്റ് പാടില്ല, തെറ്റില്ലാതെ ചെയ്യണത് ഇത്രയും. അതുപോലെ പാട്ടുകളിൽ പല പാട്ടുകളും തിരുത്തപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ ഓൻകുറുപ്പ് എഴുതിയ പാട്ട് ശാരിക എന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ റെക്കോർഡിങ് ഓൻകുറുപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ ജാനകിയമ്മയും സലീൽ ചൗധരിയാണ് മ്യൂസിക്. അപ്പോൾ ആളുടെ ഇതിനകത്ത് ദീർഘില്ലായിരുന്നു. അപ്പോൾ ജാനകിയമ്മയ്ക്ക് അന്ന് കുറച്ച് മലയാളം അറിയാം. അപ്പോൾ അതുകൊണ്ട് അവിടെ ചുരുക്കണമായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു, അതാണ് വരി. പക്ഷേ സലീൽ ചൗധരിയുടെ മ്യൂസിക്കിൽ മദളപ്പൂ പോലൊരു അടുത്ത ഇതിൽ മനസ്സം എന്നായിരുന്നു. അപ്പോൾ ജാനകിയമ്മയ്ക്ക് അന്ന് കുറച്ച് മലയാളം അറിയാം. അപ്പോൾ അതുകൊണ്ട് ജാനകിയമ്മ സലീൽ ചൗധരി റിക്വസ്റ്റ് ചെയ്തു,
ഇങ്ങനെ മതളല്ല മാതളം, അവിടെ ഒരു ദീർഘമുണ്ട്. അതുപോലെ മനസ്സും, അവിടെ ചിരിക്കാൻ പറ്റില്ല, മാനസം എന്നാണ്. ഇങ്ങനെ പാടി തെറ്റ് വരും ആൾക്കാർ. അപ്പോൾ ആളാദ്യം എഗ്രി ചെയ്തില്ല. ജാനിമ പറഞ്ഞു ഞാൻ പാടി കാട്ടാം എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് പാടുമായിരുന്നു. അപ്പോൾ ആൾ ഓക്കെ പറഞ്ഞു. പക്ഷെ അന്ന് ജാനിമ തിരുത്തിയില്ലെങ്കിൽ ജാനിമയുടെ കരിയറിലും അത് ഒരുപാട് എന്താ പറയുക, എല്ലാവരും പോയിന്റ് ചെയ്യുന്ന ഒരു ഇതായി മാറിയേനെ. ഇപ്പൊ ഒരുപാട് പേരുടെ കൂടെ പാടിയിട്ടുണ്ട്. ഇപ്പൊ യുവതലമുറക്കാരായിട്ടുള്ള ഗായകരുടെ കൂടെയും പാടിയിട്ടുണ്ട്. ധനുഷും ജാനകിയും പാടിയല്ലോ. അങ്ങനെ പലതും പാടിയിട്ട് ഇപ്പൊ പഴയ ആൾക്കാരുടെ കൂടെ. അപ്പൊ ആ ഒരു കോംബോയില് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെ കൂടെ പാടുന്നത് കേൾക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ജാനകിയമ്മയുടെ സോളോ പാട്ടുകളാണ് ഇഷ്ടം, ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് നമുക്ക് യേശുദാസും ജാനകിയമ്മയും, അതുപോലെ തന്നെ ജയചന്ദ്രനും ജാനകിയമ്മയും. ജാനകിയമ്മ ആരുടെ കൂടെ പാടിയാലും ആ ഒപ്പമുള്ള ആളുടെ ലെവൽ എന്താണോ അതാണ് ജാനകിയമ്മയുടെ ലെവല്. പക്ഷേ ഈ ശരപ്പുളി മാല ചാർത്തി എന്നുള്ള പാട്ടിൽ യേശുദാസും ജാനകിയമ്മയായിരുന്നു. അപ്പോൾ ജാനകിയമ്മ അതിനകത്ത് ഫാർ മുകളിലാണ് കിടക്കുന്നത്. അതങ്ങനെയാണ് ആ പാട്ട്. ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ. ഇപ്പൊ ധനുഷിന്റെ കൂടെ പാടിയെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചുള്ള എന്തെങ്കിലും കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആ പാട്ട് ശരിക്കും ജാനകിയമ്മയും യേശുദാസും ചേർന്ന് പാടേണ്ടിയിരുന്ന ഒരു ഡ്യുവറ്റ് സോങ് ആയിരുന്നു. അതങ്ങനെയായിരുന്നു അനൗൺസും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്തോ ചെറിയ ഇഷ്യൂസ് എന്തൊക്കെ ആയിട്ട് അങ്ങനെ അതിൽ യേശുദാസ് ഇല്ലായിരുന്നു. പിന്നെ ജാനകിയമ്മ ധനുഷുമായിരുന്നു പാട്ട് ചെയ്ത്. അനിരുദ്ധായിരുന്നു മ്യൂസിക്. അപ്പോൾ അനിരുദ്ധിൻ്റെ അടുത്ത് ജാനകിയമ്മ സാർ എന്ന് പറയുന്നത്. അപ്പോൾ അനിരുദ്ധ് പറയുന്നത് അമ്മ ഞാൻ ചിന്ന പയ്യനമ്മ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ, ആ റോളിനെ ആണല്ലോ നോക്കുന്നത്. അതാണ് ജാനകിയമ്മ. റെസ്പെക്ട് ചെയ്യുക. ആളുടെ ഏജ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും ഇന്നത്തെ ഇതിൽ ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി ഉള്ള ഗായിക ജാനകിയമ്മയാണ് മലയാളത്തിൽ. 1957 ജാനകിയമ്മ മലയാളത്തിൽ വന്നത്. 1960 പി സുശീല മലയാളത്തിൽ. പിന്നെ ദാസേട്ടനാണെങ്കിൽ 1962. അത് തീർച്ചയായും പറയുമ്പോൾ ആ ബഹുമാനത്തിൽ തന്നെ. പക്ഷെ ആ ബഹുമാനത്തിനുള്ള വാല്യൂ ഉണ്ട് അല്ലേ? അപ്പോൾ പേരിനൊപ്പം പറയുമ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ ജാനകിയമ്മ ആ അമ്മയുടെ ഒരു വാത്സല്യം സ്നേഹമൊക്കെ വിളിക്കുന്ന ആൾക്കാർക്ക് കിട്ടും. ഒരുപാട് 40,000-47,000 പാട്ടുകൾ ജാനകിയമ്മ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ആരാധകൻ എന്ന നിലയിൽ ചേട്ടൻ്റെ എത്ര കളക്ഷൻസ് ഉണ്ട് പാട്ടുകൾ? ജാനകിയമ്മയുടേത് മാത്രം ആണ് ഒരു 10,000+ പാട്ടുകൾ. ജാനകിയമ്മയുടേത് മാത്രം. പാട്ടുകളൊക്കെ ഏത് രൂപത്തിലാണ് ശേഖരിച്ചത്? ഞാൻ ഒക്കെ കാസറ്റുകളായിരുന്നു. ആ കാസറ്റുകൾ അതുപോലെ ഞാൻ ഒരു അലമാരിയിൽ ഡിസ്പ്ലേ ഒക്കെ ചെയ്ത് ലോക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ അത് കൊണ്ടുപോകും കീ. കാരണം എനിക്ക് കുറേ കാസറ്റ് പോയായിരുന്നു ആക്ച്വലി. പിന്നെ ഞാനതെല്ലാം CD-യിലേക്ക് ആക്കി. ഇപ്പോൾ അത് ഹാർഡ് ഡിസ്കിലും USB-യിലും ഒക്കെ ആയിട്ട് എല്ലാം സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വോളിയല്ല 2 വോളിയത്തിലായിട്ടാണ് ഈ പുസ്തകം ഇറങ്ങുന്നത്, ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ പുസ്തകത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ? പുസ്തകത്തിന് ഞാൻ ആദ്യം ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയായിരുന്നു. ലൈക്ക് സംഗീത സംവിധായകർ, ഗാനരചയിതാക്കൾ, അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, സൗണ്ട് എഞ്ചിനീയേഴ്സ്, ഇതൊക്കെയായിരുന്നു ആദ്യം ഒരു സെക്ഷനുകൾ ഉണ്ടാക്കി. എന്നിട്ട് പിന്നെ എന്താ പറയുക, ട്യൂമർ, ആൽഫബറ്റിക് ഓർഡറിൽ അങ്ങനെ മ്യൂസിക് ഡയറക്ടേഴ്സ്. അപ്പോൾ അവരുടെ സംഗീതം, അവരെക്കുറിച്ച് ജാനകിയമ്മയ്ക്ക് എന്താ പറയാനുള്ള വെച്ചാൽ ഒരു പാരഗ്രാഫ്. അതിനുശേഷം അവർ മ്യൂസിക് ചെയ്ത പടങ്ങളിലും അതിൻ്റെ ഇന്ന ബാനറിൽ മീൻസ് ഓരോ പടം, ആ പടത്തിൽ ആഭിജാത്യം എന്ന് പറയുകയാണെങ്കിൽ അത് ആഭിജാത്യം പടത്തിനെ കുറിച്ച് ചെറിയൊരു ഓർവ്യൂ, പടത്തിൽ ആരൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജാനകിയമ്മയുടെ പാട്ടും അതിലൊരു 4 വരി, പിന്നെ ജാനകിയമ്മയ്ക്ക് ആ പാട്ടിനെ കുറിച്ച് പറയാനുള്ളതോ അല്ലെങ്കിൽ സംവിധായകന് എന്തെങ്കിലും പറയാനുള്ളതോ അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്തെങ്കിലും പറയാനുള്ളതോ അതും കൂടി ചേർത്ത് അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. ഇൻഫർമേഷൻസ് അങ്ങനെയാണ്. അങ്ങനെ തിരഞ്ഞെടുത്ത 2140 പാട്ടുകൾ. അത് എന്തെങ്കിലും പറയാൻ ഇൻഫർമേഷൻ ഉള്ളതുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ പോവുകയാണെന്ന് ജാനകിയമ്മയോട് പറഞ്ഞപ്പോൾ അയ്യോ അത് ഭയങ്കര രസമാണ്. ജാനകിയമ്മ പറയാണ് എന്നെക്കുറിച്ച് എന്തിരിക്കും ഇത് എഴുതാൻ. ദൈവം എൻ്റെ അടുത്ത് കൊട്ടക്കണക്കിന് കഥകളിരിക്കുന്നു എൻ്റെ അടുത്ത്. പക്ഷെ ജാനകിയമ്മ പറയാണ് എന്തിരിക്കും ഇത് എഴുതാൻ, ഒന്നുമില്ല. അത് ആൾക്ക് മലയാളത്തിൽ കിട്ടിയ അവാർഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ജാനകിയമ്മയുടെ കാര്യത്തിൽ കേട്ടോ. അതായത് സാധാരണ ഇന്ന വർഷം ഇന്ന പാട്ടിന്, ഇന്ന ചിത്രത്തിലെ ഇന്ന പാട്ടിന് ഇന്ന ഗായികയ്ക്ക് അവാർഡ്, അങ്ങനെയാണ് സാധാരണ ഈ ഗായകന്. ജാനകിയമ്മയുടെ പാട്ടിൻ്റെ അവാർഡിൻ്റെ കാര്യങ്ങളെടുത്ത് നോക്കുമ്പോൾ ഇന്ന വർഷം മികച്ച ഗായിക ജാനകി, ചിത്രം
അല്ലെങ്കിൽ പാട്ട് എന്നുള്ളതൊന്നുമില്ല, വിവിധ ചലച്ചിത്ര ഗാനങ്ങൾക്ക് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാറ്റഗറിയിൽ ഒരാൾക്ക് കിട്ടിയിട്ടില്ല. അത് 1, 2, 3 അല്ല, 3-4 തവണ അങ്ങനെ തന്നെയാണ് ജാനകിക്ക് വന്നിട്ടുള്ള അവാർഡുകൾ. കേരള സ്റ്റേറ്റ് അവാർഡ്, അതുപോലെ മലയാളത്തിൽ നിന്ന് നാഷണൽ അവാർഡ്, മലയാളത്തിന് ഒരു ഗായികയ്ക്കുള്ള ഫസ്റ്റ് നാഷണൽ അവാർഡ് ജാനകിക്കാണ് കിട്ടിയത്, ഗായികയ്ക്കുള്ളത് മലയാളത്തിൽ. മലയാളി അല്ലെങ്കിൽ അല്ല, കൂടി അതെ അതെ, നമ്മുടെ മലയാളത്തിന് ഏറെ അഭിമാനിക്കാവുന്നൊരു നിമിഷമായിരുന്നു. തമിഴിൽ നിന്ന് 2 അതുപോലെ തെലുങ്കിൽ നിന്ന് 1, അങ്ങനെ 4 ദേശീയ കൂടാതെ അവാർഡുകൾ. സംസ്ഥാന അവാർഡ്, ഓരോ യെസ്, സംസ്ഥാനത്തിന് അവാർഡുകളും വേറെ തീർച്ചയായും. തന്നെയുണ്ട്. 41 സംസ്ഥാന അവാർഡുകൾ ജാനകിക്ക് കിട്ടിയായിരുന്നു. അതിൽ കന്നഡ അവാർഡുകൾ ശരിക്കും ജാനകിയമ്മയുടെ ആ ഒരു കാലം, പാട്ടിൻ്റെ ഒരു ആൾ നിറഞ്ഞു നിന്നൊരു കാലം കഴിഞ്ഞിട്ടാണ് അവർ അവാർഡുകൾ കൊടുത്തു തുടങ്ങിയത്. അല്ലെങ്കിൽ അതും കൂടി ആണെങ്കിൽ ഏകദേശം ഒരു 100 ആയാൽ. അതെ അതെ അതെ. ഇപ്പം ജാനകിയമ്മ പാട്ട് പിന്നണി ഗായിക എന്ന നിലയിൽ വിട്ടു നിന്നപ്പോൾ വിശ്രമ ജീവിതത്തിലായിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ വീണ്ടും വീണ്ടും പക്ഷേ മലയാള സിനിമകളിൽ ആ പാട്ടുകളിലൂടെ ജാനകിയമ്മ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൽ ജാനകിയമ്മയുടെ ഗുണ പഴയ പാട്ട്, അതുപോലെ നമ്മുടെ ജാനകം എന്നുള്ള ഒരു പടത്തിൽ ബേസിൽ ജോസഫ്, ബേസിലിൻ്റെ പടത്തിൽ ടൈറ്റിൽ സോങ് മിഴിയോരം എന്നുള്ള പാട്ടായിരുന്നു. അതുപോലെ തന്നെ അത് എന്താ പറയുക, റീമിക്സ് ചെയ്യോ അല്ലെങ്കിൽ അതൊന്നല്ല, ആളുടെ പഴയ വേർഷൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മഞ്ഞുമൽ ബോയ്സിലും ആളുടെ അതേ ഇത് തന്നെയായിരുന്നു യൂസ് ചെയ്തത്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും ആളും ആക്റ്റീവായിട്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു സന്തോഷമാണ്. അതുപോലെ ഇൻസ്റ്റയിൽ ഫുള്ള് റീൽസ്, ഒരുപാട് റീൽസിൽ ഈ പാട്ട് കയറി വന്നിട്ടുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ അവസാനം ജാനകിയമ്മ പാട്ട് പാടിയത് ഭയങ്കര ഹിറ്റ്, എല്ലാവരും ഇപ്പോഴും അത് മൂളിക്കൊണ്ടിരിക്കുന്ന പാട്ടിനെ കുറിച്ചുള്ള മലയാളത്തിൽ ജാനകിയമ്മ റിട്ടയർമെൻ്റ് എടുത്തത് 10 കൽപ്പനകൾ എന്ന് പറഞ്ഞ സിനിമയിലെ അമ്മ പൂവിനും എന്നുള്ളൊരു താരാട്ട് പാട്ട് പാടിക്കൊണ്ടാണ് ജാനകിയമ്മ റിട്ടയർമെൻ്റ് എടുത്തത്. മീര ജാസ്മിനൊക്കെ അഭിനയിച്ചൊരു ഫിലിമായിരുന്നു. ആ പടത്തിൽ ജാനകിയമ്മ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ജാനകിയമ്മയുടെ മനസ്സിൽ തോന്നിയിത്രേ, ഇനി വേണ്ട, മതി എന്നുള്ളത്. അപ്പോൾ അത് ജാനകിയമ്മ ആ സിനിമക്കാരോടും പറഞ്ഞു, ഇതാണ് എൻ്റെ ലാസ്റ്റ് പാട്ട്, ഇനി ഞാൻ അതെ ഇനി ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, അമ്മയുടെ ആ ഒരു ബൈറ്റ് കൂടി അവരെടുത്തു. അപ്പോൾ ജാനകിയമ്മ പറഞ്ഞു, ഇങ്ങനെ ഞാനിനി പാടുന്നില്ല, ഇതാണ് എൻ്റെ ലാസ്റ്റ് പാട്ട് എന്ന് ആൾ പറയുകയും ചെയ്തു. സിനിമ വന്നു കഴിഞ്ഞപ്പോൾ സിനിമയിൽ ആ പാട്ടില്ല. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പം ഞാനതിൻ്റെ സംവിധായകനെയും നിർമ്മാതാവിനെയും ഒക്കെ ഞാൻ വിളിച്ചു അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പടത്തിന് ഉൾക്കൊള്ളിക്കാനുള്ള സമയമില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് ശരിക്കും ഒരു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പാടിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അത് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജാനകിയമ്മ ഇപ്പോൾ പറയാണ്, നമുക്ക് ലാസ്റ്റ് പാട്ടുള്ള പടം ഒന്ന് പോയി കണ്ടാലോ എന്ന് പറഞ്ഞിട്ട്, ഒരു പക്ഷേ ഞാനും ജാനകിയമ്മ ആ പടം കാണാൻ പോവാന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കും. ഇങ്ങനെ പാടിച്ചിട്ട് അതിനകത്തില്ല എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും ഒരു ടൈറ്റിലെങ്കിലും ഇടായിരുന്നോ എന്തെങ്കിലും. അപ്പോൾ അതൊന്നും ചെയ്തില്ലായിരുന്നു. അതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ജാനകിക്ക് കൊടുത്തൊരു റെസ്പെക്റ്റ് അല്ല, ഡിസ്റെസ്പെക്റ്റ് അല്ലേ. അതൊരു മലയാളം ഇത്രയും ജാനകിയമ്മേനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ആളുടെ ഒരു റിട്ടയർമെൻറ്റ് സോങ് ഇങ്ങനെയായിരുന്നു ആ മലയാളത്തിൽ. യെസ്, അത് ശരിക്കും ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യമായിരുന്നു. ഒരിക്കലും നമ്മുടെ മലയാളം ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മുടെ മലയാളം ആരും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പാടിക്കണ്ട അല്ലേ. ആ പാട്ടിൻ്റെ സമയത്തായിരുന്നു പുലിമുരുകൻ എന്ന് പറഞ്ഞ പടത്തിൽ ജാനകിയമ്മ പാടാനായിട്ട് ഉള്ള ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ല, ഈ പാട്ട് കഴിഞ്ഞ ശേഷം, റെക്കോർഡിങ്ങിന് ശേഷം, അപ്പോൾ അതിൽ പാടാൻ വേണ്ടിയിട്ട് ഒരുപാട് നിർബന്ധമുണ്ട്, മോഹൻലാലൊക്കെ അഭിനയിച്ച പടം. അപ്പോൾ ജാനകിയമ്മ പറഞ്ഞത് എന്താണെന്ന്, ആ പടത്തിൻ്റെ ആൾക്കാർ എന്നോട് പറഞ്ഞു കേട്ടോ, ജാനകിയമ്മ പാടാതെ ഇപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ജാനകിയമ്മ പറഞ്ഞു, അമ്മ ഇത് നല്ല വലിയ പടമാണ്, ഞാൻ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. അപ്പോൾ ജാനകിയമ്മ എന്നോട് പറയാറ്, കണ്ണ ലുക്ക് ഫോർ ദ പ്രോഡക്റ്റ്. എന്ത് പ്രോഡക്റ്റ് പറയാറ്, ഇപ്പോൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒക്കെ ആൾക്കാർ വലിയ പൈസ ചിലവാക്കി ടൈം സ്പെൻഡ് ചെയ്ത് പാട്ടൊക്കെ പാടിക്കും. അപ്പോൾ ആ പാട്ട് എനിക്ക് തന്നെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. സോ നമ്മൾ ആ പടത്തിൽ വേണ്ടത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പാട്ടാണ് വേണ്ടത്. അപ്പോൾ ബെറ്റർ അത് നമ്മൾ ഒഴിവാവാം. നിനക്ക് വേണമെങ്കിൽ നമുക്ക് പാടാം, നോ പ്രോബ്ലം, പക്ഷെ അതല്ല പടത്തിന് വേണ്ട. കാരണം അസിംഗമായിരിക്കും, മീൻസ് ആളുടെ പാട്ട് ആൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അതാണ് ലുക്ക് ഫോർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പോൾ ജാനകിയമ്മയുടെ എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ചേട്ടൻ. അപ്പോൾ
അപ്പോൾ ചേട്ടൻ്റെ പുസ്തകം ജാനകിയമ്മയുടെ ഡൈഹാർഡ് ആയിട്ടുള്ള എല്ലാ ആളുകളിലേക്കും കേൾവിക്കാരിലേക്കും ആ പുസ്തകം കൂടെ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.